ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സംഭവം നമ്മൾ ക്രെഡ് ആപ്പിലൂടെ വാങ്ങിയതാണ്. ശരിക്കും ഒരു ഓഫർ പ്രൈസിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഫർ കണ്ടുകൊണ്ടാണ് നമ്മളിത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹെഡ്സെറ്റാണ്, നമ്മുടെ നെക്ക് ബാൻഡ് ഹെഡ്സെറ്റാണ് കേട്ടോ. അപ്പം മിവിയുടെയാണ് സംഭവം വന്നിട്ടുള്ളത്. അപ്പം മിവി കോളർ 2 അതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. അപ്പോൾ ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ MRP വരുന്നത് 2,999 ആണ്. പക്ഷെ നമുക്കിത് ഓഫറിൽ 499 ആണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സംഭവം വാങ്ങിച്ചത്. അപ്പോൾ അതേ ഫസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നുണ്ട് അതിന് പുറത്ത്. അപ്പോൾ അതേ നമുക്കിത് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ പ്ലാസ്റ്റിക് കോട്ടിങ് ഫസ്റ്റ് നമ്മൾ കളഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ ഹെഡ്സെറ്റ് ഇതാണ് സംഭവം. ഹെഡ്സെറ്റിൻ്റെ കളറും നമുക്ക് റെഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ റെഡായിരുന്നു ഓർഡർ ചെയ്തത്, അപ്പോൾ റെഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഹെഡ്സെറ്റ് ഇരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ മിവിയുടെ ഒരു സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല സംഭവം തന്നെയായിരുന്നു. ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതും ഹെഡ്സെറ്റും മിവിയുടെ തന്നെ ഇപ്പോൾ വാങ്ങിയത്. അപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റ് നമുക്ക് അതിൽ നിന്നൊന്ന് എടുത്ത് നോക്കാം. എങ്ങനെയാണെന്ന് അറിയത്തില്ലോ, ഇയർബഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ആ ഒരു മിവിയുടെ ജസ്റ്റ് ഒരു കാർഡ് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെഡ്സെറ്റ് ഇതാണ്. അപ്പം നല്ല ഒന്നാന്തരം റെഡ് കളറാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പം അതിന് മുന്നേ തന്നെ ഇതിനകത്ത് പിന്നെ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നോക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെയും ഇതുപോലൊരു കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ആ കാർഡ് മിവിയുടെ ഒരു കാർഡ്, അതിനുള്ളിൽ നമുക്ക് എന്താ സംഭവം വരുന്നത് നമുക്ക് നോക്കാം. അപ്പം അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കാര്യങ്ങളും അതിൻ്റെ ഒരു ചെറിയൊരു മാനുവലാണ് സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ആ ഹെഡ്സെറ്റിൻ്റെ തന്നെ ആ ഒരു 2 ഇയർബഡ് വരുന്നത് ലെഫ്റ്റും റൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നത് കാര്യങ്ങളും ആ സംഭവങ്ങളൊക്കെയാണ് ആ കാർഡിൽ വരുന്നത്. ഇത് നമ്മുടെ ആ ഫസ്റ്റ് കണ്ട അതുപോലൊരു കാർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഓപ്പൺ ഹിയർ എന്ന് പറയുന്ന സംഭവം ആ ഒരു ഭാഗം കണ്ടില്ലേ, അവിടെ നമുക്ക് 2 പൊസിഷനിലും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഇയർബഡ്സ്, നമ്മുടെ ഇയറിലേക്ക് വെക്കുന്നിടത്തെ ആ ഒരു ചെറിയ സാധനങ്ങൾ ബഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ആ സംഭവം വരുന്നത്. ഇത് നമ്മുടെ ചാർജിങ് കേബിളാണ് കേട്ടോ. അപ്പം നമ്മൾ വേറൊരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്കിനിയും ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലൂടൂത്തൊക്കെ ഓണാക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു സ്ലോട്ട് വരുന്നത് കേട്ടോ. ചാർജിങ് സ്ലോട്ട് വരുന്നത് ആ ഭാഗത്താണ്. അപ്പോൾ നമുക്കിനി ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പവർ ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്തു, ബ്ലൂടൂത്ത് നമ്മൾ ഓണാക്കി കൊടുത്തു. നമ്മുടെ മിവി കോളർ 2 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെയർ ചെയ്യുവാണേ. ഇപ്പം നമുക്കിനി യൂട്യൂബിലെടുത്ത് ഏതെങ്കിലും നമുക്കൊരു സോങ് വെച്ച് നോക്കാം. അപ്പോഴാണല്ലോ നമുക്ക് കൂടുതലും സൗണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയുന്നത്. അപ്പം ഞാനൊരു സോങ് ഒക്കെ വെച്ച് നോക്കി കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു റേറ്റിൽ എന്തായാലും ഇതൊരു അഫോർഡബിൾ ആണ് കേട്ടോ. ഇത് അഫോർഡബിൾ പ്രൈസിനുള്ള ഒരു സംഭവം തന്നെയുണ്ട്. ഇതും പിന്നെ മാഗ്നറ്റിക് ആണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ സംഭവം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടന്നോളും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അൺബോക്സിങ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.